കാലത്ത് കൃത്യം 4 മണിക്ക് തന്നെ നമ്മൾ നമ്മുടെ മൂന്നാർ വട്ടവട റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ കണ്ട ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തേക്കാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിക്ക് കുറവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരും കുറവായിരുന്നു. നമ്മൾ വീക്കെൻഡിലല്ല പോയത്. അതിന് പോണ വഴിക്കാണ് നമ്മളൊരു ഹോട്ട് എയർ ബലൂൺ കണ്ടത്. അവിടെ തന്നെ വണ്ടി നിർത്തി. അവിടെ പോയി അതിൻ്റെ റേറ്റും കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ 1500 രൂപയാണ് പെർ ഹെഡ് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും എല്ലാവരും കയറാമെന്ന് തന്നെ വെച്ചു. പിന്നെയാണ് അവർ പറഞ്ഞത് ഇത് കെട്ടഴിച്ച് വിടില്ല, ജസ്റ്റ് 100 അടി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ച് പിന്നെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നോർമൽ റേറ്റ് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ്. എക്കോ പോയിന്റിലും ആൾ വളരെ കുറവായിരുന്നു. എക്കോ പോയിന്റിൽ എത്തി ആദ്യം തന്നെ നമ്മുടെ കണ്ടുപോയത് ഈ ഒരു സംഭവത്തേക്കാണ്. ഇത് പിള്ളേരുടെ കളിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് 150 രൂപയാണ് റേറ്റ് പറഞ്ഞത്. കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരെണ്ണം മേടിച്ചു. എക്കോ പോയിന്റിൽ 10 രൂപയായിരുന്നു ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് ഈ ഒരു വഴി കൂടെയാണ് പോയത്. കറക്റ്റ് എക്കോ പോയിന്റിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. അതിനുശേഷം നമ്മൾ കുണ്ടള ഡാമിൽ കയറി ടിക്കറ്റ് എടുത്തു. അവിടെ ബോട്ടിങ്ങും എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഈ ഇരുന്ന് നടന്നാണ് തോബിയാസ്. ഇവനാണ് നമ്മുടെ എല്ലാവരും ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് കുറച്ച് നേരം കറങ്ങി അടിച്ച് നിന്ന് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. ഉച്ചഭക്ഷണം വട്ടവട പോയി കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ വട്ടവട വെച്ച് കഴിച്ചു. വട്ടവടയ്ക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിക്കായിട്ടുള്ള റൂട്ടായിരുന്നു. ആ വഴി മുഴുവൻ. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിരുന്നു. വട്ടവടയിൽ ഫുൾ സ്ട്രോബെറി തോട്ടങ്ങളാണ്. നമ്മൾ 3-4 സ്ട്രോബെറി ഫാംസ് വിസിറ്റ് ചെയ്തു. എല്ലായിടത്തുനിന്നും വൈൻ മേടിക്കുകയും ചെയ്തു. വൈൻ നല്ല രീതിയിൽ ചീപ്പായിരുന്നു അവിടെ. ബാക്കി മൂന്നാർ ഹിൽ സ്റ്റേഷനിലെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചീപ്പായിരുന്നു. അതിനുശേഷം ടീ മ്യൂസിയം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത്. വട്ടവടയിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഹിൽ സ്റ്റേഷൻ കയറി നമ്മുടെ ഹെൽമെറ്റൊക്കെ വണ്ടിയിൽ ലോക്ക് ചെയ്ത് വെച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ചോക്ലേറ്റും പിന്നെ ബാക്കി ഷോപ്പിങ്ങൊക്കെ നടത്തി. ഒരു കുതിര കുറേ നേരമായിട്ട് അവിടെ ചോളം നിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങി. നല്ല കോടയുള്ള സമയമായിരുന്നു. അങ്ങനെ നമ്മളൊരു ന്യൂഡിൽസും കൂടി കഴിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് അങ്ങനെ അവസാനിപ്പിച്ചു.